കേരളത്തിൽ നിന്നും ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിനെത്തിയ തീർത്ഥാടകർ ഇപ്പോൾ മക്കയിലാണുള്ളത്. മക്കയിലെ ചരിത്ര സ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച് ഹറം പള്ളിയിൽ ഉംറ നിർവഹിക്കുകയാണ് തീർത്ഥാടകർ. ജൂൺ ആദ്യവാരത്തിൽ നടക്കുന്ന ഹജ്ജിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇവർ. 40 ദിവസത്തോളമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഓരോ ഹജ്ജ് തീർത്ഥാടകനും സൗദിയിൽ കഴിയുന്നത്. ഇതിൽ 8 ദിവസം മദീനയിലും ബാക്കി ദിവസങ്ങളിൽ മക്കയിലുമായിരിക്കും തീർത്ഥാടകർ. ഹറം പള്ളിയിൽ പോയി ഉംറ നിർവഹിക്കുക, പ്രാർത്ഥിക്കുക എന്നതിനോടൊപ്പം മക്കയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ചരിത്ര സ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളും ഈ സമയത്ത് തീർത്ഥാടകർ സന്ദർശിക്കുന്നു. തായിഫ്, ജിദ്ദ ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളിലും തീർത്ഥാടകർ എത്തുന്നുണ്ട്. തൻഈമിലെ ആയിഷ മസ്ജിദിൽ പോയി ഇഹ്റാം ചെയ്യുകയും ഉംറ ചെയ്യുകയും അതേപോലെ ഇവിടെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇവിടുത്തെ സൗദി ഗവൺമെന്റും അതേപോലെ ഇന്ത്യൻ ഗവൺമെന്റും ഇവിടുത്തെ ഹജ്ജാജികൾക്ക്, ഹജ്ജിമാർക്കും മറ്റു ഹജ്ജാജികൾക്ക് വളരെ നല്ല സൗകര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് അസീസിയിൽ നിന്ന് പരിശുദ്ധ അറബിലേക്ക് പോകാനുള്ള ഫ്രീ ബസ് സർവീസുകളുണ്ട്. മക്കയിൽ ഹറം പള്ളിയിൽ നിന്നും അല്പമകലെ അസീസിയയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ താമസം. ഹറം പള്ളിയിൽ പോയി വരാൻ 24 മണിക്കൂറും ബസ് സർവീസ് ഉണ്ട്. അസീസിയയിൽ ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ ബ്രാഞ്ച് ഓഫീസുകളും മെഡിക്കൽ സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. 35 മുതൽ 40 ദിവസം വരെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഓരോ തീർത്ഥാടകനും സൗദിയിൽ കഴിയുന്നത്. ഇതിൽ ഹജ്ജിന്റെ ഒരാഴ്ചയല്ലാത്ത മറ്റു എല്ലാ ദിവസങ്ങളിലും മക്കയിലും മദീനയിലുമുള്ള ചരിത്ര സ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുകയാണ് തീർത്ഥാടകർ. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.